ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ നന്നാക്കുന്ന ഒരു ചെസ്സിൻ്റെ പുതിയ വീഡിയോ ആയിട്ടാണ് പോയെന്ന് പറയില്ല. എൻ്റെ ചാനലിലെ ആദ്യത്തെ ചെസ്സിൻ്റെ ഇതാണ്. അപ്പോൾ ഇന്നും ഞാൻ രണ്ട് ടാക്ടിക്സാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഒന്ന് കുതിര വെച്ചിട്ടുള്ള, പിന്നെ ഒന്ന് എങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് ഒരു ചെക്ക് അടിക്കുന്നതെന്ന് ഉള്ള വീഡിയോ ആണ് ഗൈസ് ഇത്. ഓക്കെ, ടാക്ടിക് നമ്പർ 1. ഇതിൻ്റെ പേരാണ് ഹോഴ്സ് ഗാംബിറ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നത് രാജാവിൻ്റെ ഫ്രണ്ടിൽ പോകണ വെച്ചാണ്. വൈറ്റ് ആയിരിക്കും നമ്മുടെ ടീം, ബ്ലാക്ക് ഒപ്പോണൻറ്റും. ഒപ്പോണൻറ്റ് നമ്മൾ ചിലപ്പോൾ വിന്നർ ചെയ്യും. അപ്പോൾ ഒപ്പോണൻറ്റ് ഇത് അറ്റാക്ക് ചെയ്യണം. അപ്പോൾ ഒപ്പോണൻറ്റിനെ ഡിഫെൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇത് ഡിഫെൻസ് ആയിട്ട് പുഷ് ചെയ്യണം. അപ്പോൾ നമ്മൾ പോണിനെ ഇത് അറ്റാക്ക് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ ഈ പോണിനെ അറ്റാക്ക് ചെയ്യണം. അപ്പോൾ അവരെടുത്താൽ നമുക്കും ഇതെടുക്കാം. അങ്ങനെ അവർ ഗ്രീഡി ആണെങ്കിൽ അവരിതെടുക്കും. അപ്പോൾ നമ്മളിതെടുക്കാൻ നിൽക്കരുത്, നമ്മളിത് പുഷ് ചെയ്യണം. അപ്പോൾ എൻ്റെ കുതിര എടുക്കാൻ വരുവാണെന്ന് പറഞ്ഞ് അവർ കുതിര മാറ്റും. അപ്പോൾ നമ്മൾ ഇത് വെച്ച് ഇതിലെടുക്കണം. അപ്പോൾ ഫ്രീ ആയിട്ടൊരു കുതിരയെ കിട്ടുന്ന അവസരമാണെന്ന് പറഞ്ഞ് ആ കുതിരനെ ഓടിക്കാനായിട്ട് ഇവിടെ കൊണ്ടുവരും. ആ സമയത്ത് നമ്മൾ ഇവിടുന്ന് ഒരു ചെക്ക് കൊടുക്കണം. അപ്പോൾ മോസ്റ്റ്ലി ഇവിടുന്ന് അടച്ചേക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ടേക്ക് ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ ഇത് വെച്ചെടുത്താൽ നമുക്ക് ഇവിടുന്ന് ചെക്ക് കൊടുക്കാം. അപ്പോൾ റുക്കിന് 4 ഇപ്പോൾ അവർ എടുത്തില്ലെന്ന് വിചാരിച്ചോ, ഞാൻ ഇവിടെ എടുത്തു. അവർ പകരം ക്വീനെ വെച്ച് ഇതിനെ രണ്ടെണ്ണത്തിനെ അറ്റാക്ക് ചെയ്യാൻ വിചാരിച്ചോ. അപ്പം നമ്മൾ ഈ പോണിനെ എടുക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്ത് പൊട്ടനാണ്, ഇത് രണ്ടും എൻ്റെ കാലിലായിരിക്കുന്നത്, കൂടാതെ ഇവിടെ കൊണ്ടുവച്ചാൽ ചെക്ക് മേറ്റായി ഗൈസ്. പക്ഷേ നമ്മൾ ഇത് മാറ്റുമ്പോൾ, ഈ പോൺ മാറ്റുമ്പോഴത്തേക്കും ഒരു ചെക്കായി ഇവിടെ. അതുകൊണ്ട് അവൻ ആകെ 4ാമത്തെ സ്ക്വയർ ഇതാണ്. അപ്പോൾ നമ്മൾ ഇവിടെയും കൂടെ ഒരു ചെക്ക് കൊടുക്കും. അതിൻ്റെ റൂക്കിനെ പിൻ ചെയ്തിട്ട്, ഇപ്പോൾ കുതിരയുടെ കല്ലാണ് റൂക്കിരിക്കുന്നത്. അപ്പോൾ അവൻ നമ്മളെ പയ്യനെടുക്കാൻ വരുന്ന നമ്മൾ ഇങ്ങോട്ട് മാറണം. അപ്പോൾ ഈ ബോണിൻ്റെ അറ്റത്തെത്തി നമുക്ക് ഇഷ്ടമുള്ളൊരു ഇതെടുക്കാൻ പറ്റും. ഇതിലെ ക്യാരക്ടർ. അപ്പോൾ ഞാൻ എടുത്തത് കുതിരേനെയാണ്. അപ്പോൾ കുതിര എടുത്തിട്ട് ഞാൻ അവിടെ വെച്ചു. അപ്പോൾ നമ്മൾ കുതിരേനെ എടുത്താൽ മാത്രമേ ഇതിങ്ങനെ കളിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ ഹോഴ്സ് ഗാംബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കുതിര എടുക്കുമ്പോൾ രാജാവിന് ചെക്കായി, മന്ത്രിക്കും ഇതായി. അപ്പോൾ ഇതിങ്ങനെ പോകാൻ പറ്റത്തില്ല, കാരണം ഇത് ചെക്കല്ലേ. അതുകൊണ്ട് മാറേണ്ടി വരും. അപ്പോൾ നമ്മൾ മന്ത്രിനെ അങ്ങ് എടുക്കണം. അപ്പോൾ രാജാവ് നമ്മളെടുത്താൽ രാജാവിന് തന്നെ ഇതാവും, കാരണം നമുക്ക് തേരും എടുക്കാം. ഇപ്പോൾ ബ്ലാക്കിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ സാഡ് അവസ്ഥയാണ്. ഇപ്പോൾ ബ്ലാക്കിന് വേണമെങ്കിൽ ഗ്രീഡി ആയിട്ട് ഇതെടുക്കാം. അപ്പോഴല്ലേ നമ്മളെ കളി തുടങ്ങുന്നത് ഗൈസ്. നമ്മൾ ഇവിടെ ചെക്ക്, രാജാവ് ഇങ്ങോട്ട് മാറും. ഇവിടെ ചെക്ക്, രാജാവ് അങ്ങോട്ട് മാറും. ഇവിടെ ചെക്ക്, രാജാവ് ഇങ്ങോട്ടല്ലെങ്കിൽ ഇങ്ങോട്ട് പറ്റില്ല. അതുകൊണ്ട് രാജാവ് ഇങ്ങോട്ട് മാറാൻ സാധ്യത കുറവാണ് ഗൈസ്. ഇങ്ങോട്ട് മാറിയാൽ നമ്മൾ ഇവിടുന്ന് ചെക്ക് കൊടുക്കും. അപ്പോൾ ഇങ്ങോട്ട് മാറും. അപ്പോൾ നമ്മൾ ഈ പോണിനെ അങ്ങ് ക്യാപ്ചർ ചെയ്യാം. അവിടെ ഇരുന്ന ഇതാവും. അപ്പോൾ ഈ പയ്യൻ നിൽക്കുമ്പോൾ ഇവിടെ ചെക്കാവും. അപ്പോൾ രാജാവ് ഇങ്ങോട്ട് മാറും. എന്നിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഗ്രീനെ ഇവിടെ കൊണ്ട് വയ്ക്കരുത്, കാരണം ഹോഴ്സിൻ്റെ കീഴിലാണുള്ളത്. അപ്പോൾ ചിലപ്പോൾ അവർ ഇവിടുന്ന് വന്ന് എടുത്തേക്കും. അത് നമ്മൾ കാര്യമാക്കി എടുക്കരുത്. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇതിനെ ക്യാപ്ചർ ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ തന്നെ വയ്ക്കും. അപ്പോൾ ഇതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് അവർ ഈ പോ ഇവിടെ വെച്ചേക്കാം.
എടുത്ത് വെച്ചാൽ നമുക്ക് ഇത് ചെയ്യാം. ഇത് ചെയ്താൽ ഇത് മാറ്റാൻ പറ്റത്തില്ല, കാരണം ചെക്കാവും. അതുകൊണ്ട് അവർ വേറെ എന്തെങ്കിലും മൂവ് ചെയ്യാം റാൻഡമായിട്ട്. അതുകൊണ്ട് ഇവിടെ ചേക്കാം. നമുക്ക് നേരെ ഇതിനെ എടുത്തിട്ട് ചെക്ക് കൊടുക്കാം. അപ്പോൾ ഇങ്ങോട്ട് പോവും. അപ്പോൾ ഇവിടെ ചെക്ക് കൊടുക്കാം, ഇങ്ങോട്ട് പോവും. അപ്പോൾ നമ്മളുടെ ഇതിനെടുക്കാം. അപ്പോൾ ഇത് ചിലപ്പോൾ ഇതിനെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ ഇത് വെച്ചേക്കാം, കാരണം ഇവിടെ എടുത്ത ഇതാവും. അപ്പോൾ നമ്മൾ സപ്പോർട്ടിന് ആദ്യം വെട്ടണം. അപ്പോൾ കുതിര ജീവൻ കൊണ്ട് ഓടും. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു കുതിരനെ സാക്രിഫൈസ് ചെയ്യാൻ നോക്കും. അവൻ രാജാവിനോട് എടുക്കാൻ എടുത്തില്ല, ഇത് കൊണ്ടെടുക്കും. ഇത് നമുക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്, കാരണം ഇവിടെ ഈ സ്ക്വയർ ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ ചെക്ക് കൊടുക്കാം. ഇപ്പോൾ രാജാവ് ഇങ്ങോട്ട് മാറും. അപ്പോൾ ഇവിടെ 2 സപ്പോർട്ട് ഇവിടെ ചെക്ക് കൊടുക്കാം. അപ്പോൾ രാജാവ് ഇങ്ങോട്ട് മാറും. പിന്നെ ഇവിടെ ചെക്ക് കൊടുക്കാം. അപ്പോൾ രാജാവ് അങ്ങോട്ട് മാറത്തില്ല, ഇങ്ങോട്ട് ചിലപ്പോൾ മാറിയേക്കും. അപ്പോൾ നമുക്ക് ഇവിടെയും കൂടെ ചെക്ക് കൊടുക്കാം. ഇങ്ങോട്ട് മാറത്തില്ല, ഇങ്ങോട്ട് മാറത്തില്ല, ഇങ്ങോട്ട് മാറത്തില്ല, ഇങ്ങോട്ട് മാറത്തില്ല, ഇങ്ങോട്ടും മാറത്തില്ല. അപ്പോൾ ഇതാണ് എനിക്ക് മോട്ടിവേഷൻ കിട്ടും. ഓക്കെ, ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ചെയ്യണം. ഞാൻ ഈ വീഡിയോയ്ക്ക് വരുന്ന എല്ലാ കമൻറ്റിനും റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇത് പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് ഇത് കൊടുക്കും, ഇത് ഷോർട്ടായിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ലക്കിന് ഇത് ചെയ്താൽ മാത്രമേ ഈ മൂവ് പ്രയോഗിക്കാൻ പറ്റൂ. നമ്മൾ ഇവിടെ ചെക്ക് കൊടുക്കണം, പയ്യനെ വെച്ച് ഇതാക്കും. അപ്പോൾ നമ്മൾ ബിഷപ്പിനെ എടുത്ത് മന്ത്രിക്ക് സപ്പോർട്ടായിട്ട് കൊടുക്കണം. അപ്പോൾ ഒപ്പോണം വിചാരിക്കും ഇതിൻ്റെ കാല് വെച്ചിട്ട് ഈ നിന്നിട്ട് ഇത്രയും വലിയ ഗോൾഡിന് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടെങ്കിൽ ഞാൻ മിക്കവാറും എടുക്കും, എടുക്കും. പക്ഷേ അങ്ങനെ അവരങ്ങാണോ എടുക്ക വെട്ടിക്കോണോടാ. സോറി ഗൈസ്, തിരിഞ്ഞായിരുന്നു. അങ്ങനെ വെച്ചോണ്ടല്ലോ രാജാവിനെ വേറെ നീങ്ങാൻ പറ്റത്തില്ല, ഇത് വെച്ചടയ്ക്കാൻ പറ്റില്ല, കുതിര വെച്ചടയ്ക്കാൻ പറ്റില്ല. തേര് ഇതിന് ബ്ലോക്കായിട്ടിരിക്കുകയാണ്, മന്ത്രി ബ്ലോക്കായിട്ടിരിക്കുകയാണ്, ഫുള്ളി ബ്ലോക്കായ ഒരവസ്ഥയായിരിക്കും അപ്പോഴല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഞെക്കുക, എല്ലാം അമർത്തി വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോൾ എന്തെങ്കിലും സജഷൻ വേണമെങ്കിൽ കമൻറ്റ് പറയുക. അപ്പോൾ അടുത്ത വീഡിയോ ഇടുമ്പോൾ വീണ്ടും കാണാം. ബൈ.